ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. അപ്പോൾ എന്താണ് സംഘത്തിന്റെ പേരുമാറ്റൽ, അല്ലേ? സംഘത്തിന്റെ പേരുമാറ്റൽ എന്ന് പറയും. സംഘത്തിന്റെ പേരുമാറ്റൽ, അതാണ് എന്താ പറയുക, ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ്, അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് വകുപ്പ് 10 അല്ലെ, സെക്ഷൻ 10. അതുമായി ബന്ധപ്പെട്ട റൂളും കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, അത് റൂള് 4B ഓർത്ത് വെച്ചത്. ഇത് പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു റൂളാണ്. അപ്പൊ ഇതിനോട് മനസ്സിലാക്കുക, നമ്മൾ എപ്പോഴും സെക്ഷൻ പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട റൂളും കൂടെ പഠിച്ചു പോകണം കേട്ടോ. സെക്ഷൻ പഠിക്കുമ്പോൾ പിന്നെ സെക്ഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ റൂള് വേണ്ട, സെക്ഷന്റെ ഒപ്പം തന്നെ നമുക്ക് റൂളും കൂടെ പഠിച്ചങ്ങ് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ അതിനുവേണ്ടി വേറെ സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. സെക്ഷൻ 10 പറയുകയാണ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി, സംഘത്തിന്റെ പേര് മാറ്റം. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, എന്ത് ചെയ്യാം, എ സൊസൈറ്റി മേ ബൈ ആൻ അമെൻഡ്മെന്റ് ഓഫ് ഇറ്റ്സ് ബൈലോ ചേഞ്ച് ഇറ്റ്സ് നെയിം. ഇപ്പൊ ഒരു സംഘത്തിന് അതിന്റെ പേര് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മാറ്റാൻ പറ്റും. എങ്ങനെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ? നമുക്കൊരു ദിവസം ഇഷ്ടം പോലെ ഇന്ന് ഞാൻ ഈ പേര്, നാളെ വേറൊരു പേര് പറ്റത്തില്ല. എങ്ങനെയാണ്? സംഘത്തിന്റെ ബയലോ, അല്ലെ, നിയമാവലി അല്ലെങ്കിൽ ഉപനിബന്ധന എന്നൊക്കെ പറയും, അല്ലെ? നിയമാവലി അല്ലെങ്കിൽ ഉപനിബന്ധന അല്ലെങ്കിൽ ഇന്റേണൽ ലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറയുന്ന സംഘത്തിന്റെ ബയലോ അമെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബയലോ ഭേദഗതി ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, സംഘത്തിന് അതിന്റെ പേര് മാറ്റാം. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ ആദ്യം ഈ ചേഞ്ച് ഓഫ് നെയിം, ചേഞ്ച് ഓഫ് ലയബിലിറ്റി, അതിനുശേഷമാണ് നമ്മുടെ ഇതിലെ ഈ ബൈലോ അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ആദ്യം ബൈലോ അമെന്റ്മെന്റ് പഠിച്ചിട്ട് വേണം ഇത് പഠിക്കാൻ. പക്ഷെ നമ്മുടെ നിയമത്തിൽ കിടക്കുന്നത് എങ്ങനെയാണ്? ചേഞ്ച് ഓഫ് നെയിം, ചേഞ്ച് ഓഫ് ലയബിലിറ്റി, പിന്നെയാണ് ബൈലോ വരുന്നത് കേട്ടോ. അത് നമുക്ക് ആ ക്രമത്തിൽ തന്നെ പഠിച്ചു പോകാം. നിങ്ങൾ ഓർക്ക് ഒരു സംഘത്തിന് അതിന്റെ ബയലോ ഭേദഗതി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ബയലോ അമെന്റ് ചെയ്തുകൊണ്ട് സംഘത്തിന് അതിന്റെ പേര് മാറ്റാം എന്ന് ഓർത്ത് വെച്ചേക്കും. അതാണ് സബ്സെക്ഷൻ 1 പറയുന്നത്. ഇനി അവിടെ സബ്സെക്ഷൻ 2 പറയാണ്, നോക്കിയേ, വേറെ സൊസൈറ്റി ചേഞ്ചസ് ഇറ്റ്സ് നെയിം, ദ രജിസ്ട്രാർ ഷാൾ എൻ്റർ ദ ന്യൂ നെയിം ഇൻ ദ രജിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ പ്ലേസ് ഓഫ് ദ ഫോർമർ നെയിം ആൻഡ് ഷാൾ അമെൻഡ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ അക്കോർഡിംഗ്ലി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? വേറെ സൊസൈറ്റി ചേഞ്ച് ഇറ്റ്സ് നെയിം, അല്ലെ? സംഘത്തിന്റെ പേര് മാറ്റുമ്പോൾ ആ സംഘത്തിന്റെ പേര് ബൈലോ അമെൻഡ് ചെയ്തുകൊണ്ട് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? ദ രജിസ്ട്രാർ ഷാൾ എൻ്റർ ദ ന്യൂ നെയിം, ദ രജിസ്ട്രാർ ഷാൾ എൻ്റർ ദ ന്യൂ നെയിം ഇൻ ദ രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ പ്ലേസ് ഓഫ് ദ ഫോർമർ നെയിം ആൻഡ് ഷാൾ അമെൻഡ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ അക്കോർഡിംഗ്ലി എന്ന് പറയുന്നുണ്ട്. സംഘത്തിന്റെ പേര് മാറ്റുമ്പോൾ രജിസ്ട്രാർ എന്ത് ചെയ്യണം? സഹകരണ സംഘങ്ങളുടെ രജിസ്റ്ററിൽ, അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതിലായിരുന്നു? ഫോം നമ്പർ 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഫോം നമ്പർ 4 ഒരു രജിസ്ട്രാറിന്റെ അണ്ടറിൽ ഏതൊക്കെ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ള പേരും അഡ്രസ്സും വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നിലവിലുള്ള പേര് മാറ്റി പുതിയ പേരിലേക്ക് വരുമ്പോൾ ആ രജിസ്റ്ററിൽ എന്ത് ചെയ്യണം? പഴയ പേര് വെട്ടിയിട്ട് പുതിയ പേര് എഴുതണം എന്നാണ് പറയുക. എനിക്ക് സംഘത്തിന്റെ പേര് മാറ്റുമ്പോൾ രജിസ്ട്രാർ സഹകരണ സംഘങ്ങളുടെ രജിസ്റ്ററിൽ പഴയ പേരിന്റെ സ്ഥാനത്ത് പുതിയ പേര് ചേർക്കണം. ഇപ്പൊ പണ്ടത്തെ സംഘത്തിന്റെ പേര് ABC സൊസൈറ്റി എന്നാലിരിക്കുക. ABC സൊസൈറ്റി പഴയ പേരാണ്. പുതിയ പേര് എന്താക്കി? പുതിയ പേര് XYZ എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ABC സൊസൈറ്റി എന്ന് കിടക്കുന്ന സംഘത്തിന്റെ പേര് XYZ എന്നാക്കിയില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? പേര് മാറ്റി കഴിയുമ്പോൾ ഈ രജിസ്റ്ററിൽ എന്ത് ചെയ്യണം? ABCയുടെ സ്ഥാനത്ത് XYZ എന്ന് എഴുതി ചേർക്കണം എന്നാണ് പറയുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഭേദഗതി ചെയ്യേണ്ടതുമാണ്. നിലവിലെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിടക്കുന്നത് നിലവിലെ രജിസ്ട്രേഷൻ കിടക്കുന്നത് ABC സൊസൈറ്റി എന്നല്ല എൻ്റെ പേര് കിടക്കുക. അത് അമെൻഡ് ചെയ്തുകൊണ്ട് XYZ എന്നാക്കി കൊടുക്കണമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓർത്ത് വെക്കുക, ഒരു സംഘത്തിന് അതിന്റെ ബയലോ അമെൻഡ് ചെയ്തുകൊണ്ട് സംഘത്തിന്റെ പേര് മാറ്റാം. ഓക്കെ, പേര് മാറ്റി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ പഴയ പേരുകളുള്ള, അതായത് രജിസ്റ്ററിൽ കിടക്കുന്ന രജിസ്റ്ററാണ് ഫോം നമ്പർ 4, അതിൽ പഴയ പേര് കിടക്കുന്ന സ്ഥാനത്ത് പുതിയ പേര് എഴുതി ചേർക്കേണ്ടതും അതുപോലെ തന്നെ എന്താണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അമെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതുമാണെന്ന് ഓർത്ത് വെച്ച് വെക്കുക. ഇനി ഇവിടെ നമ്മൾ അതിലും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ദ ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി ഷാൽ നോട്ട് അഫക്ട് എനി റൈറ്റ്സ് ഓർ ഒബ്ലിഗേഷൻ ഓഫ് ദ സൊസൈറ്റി or render defective any legal proceeding by or against it, and any legal proceedings which might have been continued or commenced by or against the society by its former name may be continued on commenced by its new name. അതായത് നിലവിൽ സംഘത്തിന്റെ പേര് മാറ്റി, ഉദാഹരണം ഞാൻ പറയാം. അതായത്
പണ്ട് സംഘത്തിന്റെ പേരെന്തായിരുന്നു? ABC എന്നായിരുന്നു അല്ലേ? ABC സൊസൈറ്റി, അങ്ങനെ കിടന്നോട്ടെ. ഇപ്പൊ ABC സൊസൈറ്റി എന്നായിരുന്ന സമയത്ത് സംഘം എന്ത് ചെയ്യുകയാണ്? നമുക്ക് നോക്കാം. രാജേഷ് എന്ന് പറയുന്ന ഒരു മെമ്പറിന് 5 ലക്ഷം രൂപയുടെ ലോൺ കൊടുത്തു. സംഘത്തിന്റെ പഴയ പേര് ABC ആണ്. ആ ABC സൊസൈറ്റി ആയിരുന്ന സമയത്ത് സംഘം രാജേഷിന് ഒരു 5 ലക്ഷം രൂപ ലോൺ ഇഷ്യൂ ചെയ്തു അല്ലെ? 5 ലക്ഷം രൂപ ലോൺ ഇഷ്യൂ ചെയ്തു. അപ്പൊ ഇദ്ദേഹം പൈസ ഒന്നും അടയ്ക്കുന്നില്ല, പെൻഡിങ്ങിലാണ്. ഇപ്പോൾ സംഘത്തിന്റെ പേര് എന്താക്കി മാറ്റി? XYZ എന്നാക്കി. ഈ ലോൺ സ്റ്റിൽ പെൻഡിങ്ങിലാണ് കേട്ടോ. ഈ ലോൺ സ്റ്റിൽ പെൻഡിങ്ങിലാണ്. ഇപ്പൊ സംഘത്തിന്റെ പേര് XYZ എന്നായി. അപ്പൊ എന്ത് ചെയ്യുകയാണ്? കുടിശ്ശികയായി ബന്ധപ്പെട്ട് നമ്മൾ രാജേഷിനെ കാണാൻ പോവാണ്. അപ്പൊ രാജേഷിനോട് പറയാണ്, രാജേഷ് ചേട്ടാ എന്താണ് പൈസ അടയ്ക്കണം, നമ്മുടെ കുടിശ്ശികൾ കിടക്കുകയാണ്. അപ്പൊ രാജേഷിന് പറയാൻ പറ്റുമോ? അതെ, ഞാൻ ലോൺ എടുത്തപ്പോൾ സംഘത്തിന്റെ പേര് ABC സൊസൈറ്റിയാണ്, എനിക്ക് ഈ XYZ സൊസൈറ്റി അറിയത്തേ ഇല്ല, ഞാൻ ഈ XYZ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ല എന്ന് രാജേഷിന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മൾ പേര് മാറ്റുന്നത് കൊണ്ട് സംഘത്തിന്റെ അവകാശവും അതുപോലെ തന്നെ സംഘത്തിന്റെ ഉത്തരവാദിത്വവും ഇല്ലാതാകുന്നില്ല. അതായത് ഈ രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ലോൺ ഈടാക്കാനുള്ള അല്ലെ, ലോൺ തുക നമ്മൾ കൊടുത്ത ലോൺ എമൗണ്ട് ഈടാക്കാനുള്ള സംഘത്തിന്റെ അവകാശം ഇല്ലാണ്ടാകുന്നില്ല. പേര് മാറ്റലിൽ ഒരു പ്രശ്നമില്ല. പേര് മാറ്റുന്നതുകൊണ്ട് സംഘത്തിന് ഒരു പ്രശ്നമില്ല. പഴയ അവകാശങ്ങളും, അതായത് പേര് മാറ്റുന്നത് എന്താ പറയുക? ഇപ്പൊ ഞാൻ നോക്കി, ഇപ്പൊ രാജേഷിന് പറയാൻ പറ്റുമോ എന്താണ് ഞാൻ ABC സൊസൈറ്റി നിർത്തി, ഇപ്പൊ XYZ എന്നല്ല, എനിക്ക് അവിടെ പൈസ അടക്കേണ്ട കാര്യമില്ല, ഞാൻ ഈ സംഘത്തിൽ നിന്നല്ല പൈസ എടുക്കുന്നത് രാജേഷിന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് നമ്മുടെ അവകാശം അവിടെ ഇല്ലാതാകുന്നില്ല. പേര് മാറ്റിയത് കൊണ്ട് സംഘത്തിന് നമ്മൾ കൊടുത്ത ലോൺ എമൗണ്ട് തിരിച്ചു മേടിക്കാനുള്ള അവകാശവും അതുപോലെ തന്നെ സംഘത്തിന് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഇതൊരു അവകാശമാണ്. പേര് മാറ്റിയത് കൊണ്ട് നമ്മുടെ അവകാശം ഇല്ലാണ്ടാകുന്നില്ല. ഇനി സംഘം ABC സൊസൈറ്റി എന്ന് പറയുന്ന സമയത്താണ് നമ്മളെ ഫിനാൻസിംഗ് ബാങ്കിൽ നിന്ന് ഒരു 1 കോടി രൂപ ലോൺ എടുത്തത്. ABC സൊസൈറ്റി ആയ സമയത്താണ്. അപ്പം ഇപ്പൊ സംഘത്തിന്റെ പേര് XYZ എന്നായി. അപ്പം ആ ലോൺ കൊടുത്ത് തീർക്കാൻ, നമ്മൾ എടുത്ത ലോൺ, നമ്മൾ ഫിനാൻസിംഗ് ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ കൊടുത്ത് തീർക്കാൻ ഉള്ള ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ പേര് മാറ്റി ഇനി ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരത്തില്ലെന്ന് സംഘത്തിന് പറയാനും പറ്റത്തില്ല അല്ലേ? അതായത് ഞങ്ങൾ ABC ആയ സമയത്താണ് ഫിനാൻസിംഗ് ബാങ്കിൽ നിന്ന് 1 കോടി എടുത്തത്, ഇപ്പൊ ഞങ്ങളുടെ പേര് XYZ എന്നാണ്, അതുകൊണ്ട് ഞങ്ങൾ പൈസ തരത്തില്ല എന്ന് പറയാനും പറ്റത്തില്ല. കാരണം സംഘത്തിന്റെ അവകാശവും മാറുന്നില്ല, ഉത്തരവാദിത്വവും മാറുന്നില്ല. ലോൺ കൊടുത്തത് തിരിച്ചു മേടിക്കാനുള്ള, പഴയ പേരാകുന്ന സമയത്ത് കൊടുത്ത ലോൺ പിടിച്ചു മേടിക്കാനുള്ള അവകാശവും ഇല്ലാണ്ടാവുന്നില്ല, പഴയ പേരിൽ നമ്മൾ എടുത്ത ലോൺ തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്വവും ഇല്ലാണ്ടാവുന്നില്ല. അതാണ് പറയുന്നത്, ഒരു സംഘത്തിന്റെ പേരുമാറ്റം അതിന്റെ അവകാശങ്ങളെയോ അല്ലെങ്കിൽ അവന്റെ ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളോ ബാധിക്കുന്നതല്ല. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കും. പിന്നെ പറഞ്ഞ സംഘം നടത്തുന്നതോ സംഘത്തിനെതിരായതോ ഉള്ള ഏതെങ്കിലും നിയമപരമായ നടപടികളെ പേരുമാറ്റം പ്രതികൂലമായി ബാധിക്കുന്നതല്ല. അതായത് പണ്ട് ABC സൊസൈറ്റി ആയിരുന്ന സമയത്ത് നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ XYZ എന്നാക്കി എന്ന് വിചാരിക്കുക. നമുക്ക് എന്താണ് ആ കേസ് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് പറയുക, ABC എന്ന പേരുള്ള സമയത്ത് നമുക്കെതിരെ ആൾക്കാർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സംഘത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേര് മാറിയതുകൊണ്ട് അത് ഡിഫെൻഡ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നും ഇല്ലെന്നാണ് പറയുക കേട്ടോ. സംഘം നടത്തുന്നതോ സംഘത്തിനെതിരായതോ ആയ ഏതെങ്കിലും നിയമപരമായ നടപടികളെ പേരുമാറ്റം പ്രതികൂലമായി ബാധിക്കുന്നതല്ല. പേര് മാറ്റുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്ന് ഓർത്ത് വെച്ചേക്ക്. ഓക്കെ, പിന്നെ പറയാം, കൂടാതെ സംഘത്തിന്റെ മുൻപേരിൽ തുടരാമായിരുന്നതോ ആരംഭിക്കാമായിരുന്നതോ ആയ നിയമപരമായ നടപടികൾ സംഘത്തിന്റെ പുതിയ പേരിൽ തുടരാവുന്നതും ആരംഭിക്കാവുന്നതുമാണ്. അതായത് പണ്ട് നമ്മൾ ABC സൊസൈറ്റി ആയ സമയത്ത് ഒരാൾക്ക് നമ്മൾ ലോൺ കൊടുത്തു, ഇപ്പം നമ്മുടെ പേര് XYZ എന്നായി. ഇപ്പം നമുക്ക് അത് ആ വ്യക്തിക്കെതിരെ എന്ത് ചെയ്യണം? കേസ് ഫയൽ ചെയ്യണം. അവൻ പൈസ അടയ്ക്കുന്നില്ല, കേസ് ഫയൽ ചെയ്യും, ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യും. അപ്പം നമുക്ക് പുതിയ പേരിൽ കേസ് ഫയൽ ചെയ്യാം. അതായത് ABC സൊസൈറ്റി ആയ സമയത്ത് ലോൺ കൊടുത്തത് കൊണ്ട് നമ്മുടെ സംഘം ഇപ്പം XYZ എന്നായി, അതുകൊണ്ട് നമുക്ക് പുതിയ പേരിൽ തന്നെ എന്താണ് കേസ് കൊടുക്കാൻ പറ്റത്തില്ല എന്നില്ല. അന്നത്തെ രീതിയിൽ ലോൺ കൊടുത്തു, ഇപ്പോൾ നമ്മുടെ പേര് മാറ്റി, നമുക്ക് ഈ പുതിയ പേരിൽ തന്നെ എന്ത് ചെയ്യാം? അവനെതിരെ കേസ് കൊടുക്കാം അല്ലേ? നമ്മൾ വാദിയായി മാറും. അപ്പോൾ പേര് മാറുന്നതുകൊണ്ട്, ഇത്ര ഓൾറെഡി പേര് മാറുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. സംഘത്തിന്റെ ഉത്തരവാദിത്വം ഇല്ലാണ്ടാവുന്നില്ല, അവകാശങ്ങളും ഇല്ലാണ്ടാവുന്നില്ല, ഒരു പ്രശ്നവും ഇല്ല. പേരുമാറ്റം ഒരു രീതിയിലും നമ്മളെ പ്രതികൂലമായി ബാധിക്കത്തില്ല. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. സംഘത്തിന്റെ പേര് മാറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സംഘത്തിന്റെ ബയലോ അമെന്റ് ചെയ്തുകൊണ്ടാണെന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത്. സംഘത്തിന്റെ ബയലോ അമെന്റ് ചെയ്തുകൊണ്ടാണ് പേര് മാറ്റുന്നത് ഓർത്ത് വെച്ചേക്കും. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ റൂൾ 4B ഒന്ന് പഠിച്ചിട്ട് പോവുക, പുതിയതായിട്ട് വന്നതാണ്. എന്താണ് പറയുക? മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവന്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു, എന്താ പറഞ്ഞിരുന്നു? സംഘത്തിന്റെ പേര് മാറ്റി കഴിയുമ്പോൾ, സംഘത്തിന്റെ പേര് മാറ്റി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? രജിസ്ട്രാർ ആ സർട്ടിഫിക്കറ്റ് അമെന്റ് ചെയ്ത് കൊടുക്കണം അല്ലെ? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാറ്റി കൊടുക്കണം, കാരണം പേര് മാറിയല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ? മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവന്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി.
ഇവിടെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇവന്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി, അതായത് സംഘത്തിന്റെ പേര് മാറ്റി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ദ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ. അപ്പോൾ രജിസ്ട്രാർ അവിടെ സർട്ടിഫിക്കറ്റ് അമെൻഡ് ചെയ്ത് കൊടുക്കും. കാരണം പഴയ പേരല്ലല്ലോ, പുതിയ പേരായില്ലേ. അത് ഏത് ഫോം നമ്പറിലാണെന്ന് മാത്രം നിങ്ങൾ പഠിക്കുക. ഫോം നമ്പർ 3B എന്ന് ഓർത്ത് വെച്ചേക്കുക. അത്രയാണ് ആ ഫോറൻ നമ്പർ 3Bയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. സംഘത്തിന്റെ പേര് മാറുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്? രജിസ്ട്രാർ അവിടെ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അത് ഏതിലാണ്? അത് ഫോറം നമ്പർ 3Bയിലാണ്. അതുമായി ബന്ധപ്പെട്ട റൂള് 4B ആണ്. പഠിക്കാൻ എളുപ്പമാണ്. റൂള് 4B അല്ലേ? അതിൽ ഇഷ്യൂ ചെയ്യുന്ന ഫോറം നമ്പർ എത്രയാണ്? ഫോം നമ്പർ 3B എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട സെക്ഷനും അതുമായി ബന്ധപ്പെട്ട റൂളും. ഓക്കെ, അപ്പം സെക്ഷൻ 10 സംഘത്തിന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഓർത്ത് വെച്ചേക്കുക, സംഘത്തിന് അതിന്റെ ബയലോ അമെൻഡ് ചെയ്തുകൊണ്ട് പേര് മാറ്റാം. അങ്ങനെ പേര് മാറ്റി കഴിയുമ്പോൾ എന്ത് ചെയ്യുകയാണ്? അവിടെ നമ്മൾ പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകും, അമെൻഡ് ചെയ്ത് കൊടുക്കും. അത് ഫോം നമ്പർ 3Bയിലാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതുമായി ബന്ധപ്പെട്ട തനത് റൂൾ 4B ആണ്. ഫോം നമ്പർ 3Bയിലാണ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് പുതിയ ക്ലാസ്സിൽ പുതിയ വീഡിയോയുമായി കാണാം. സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോസൊക്കെ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.